നമ്മളൊരു പുതിയ മൊബൈലൊക്കെ വാങ്ങി അതിൻ്റേതായ രൂപത്തിൽ ശ്രദ്ധിക്കാതെ ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് അവസാനം മൊബൈൽ ഹാങ് ആകാൻ തുടങ്ങി, മൊബൈലിൻ്റെ സ്റ്റോറേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ളാകാൻ തുടങ്ങി. പിന്നെ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്? ആ മൊബൈൽ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. റീസെറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയുകയില്ല. നമ്മളത് കടയിൽ കൊണ്ടുപോയി ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ നമുക്ക് തന്നെ ശരിയായ രൂപത്തിൽ മൊബൈൽ റീസെറ്റ് ചെയ്ത് പുതിയ മൊബൈൽ വാങ്ങിയ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ പല ആളുകൾക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. എങ്ങനെയാണ് നമുക്ക് തന്നെ നമ്മുടെ മൊബൈൽ ശരിയായ രൂപത്തിൽ റീസെറ്റ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു മൊബൈൽ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ സെർച്ച് ബാറിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഫാക്ടറി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ഫാക്ടറി ഡാറ്റ റീസെറ്റ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ റീസെറ്റ് ഓൾ സെറ്റിങ്സ് അങ്ങനെയൊക്കെ കാണും. പക്ഷേ അതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിങ്സ് ഒന്നുകൂടി നമ്മൾ റീസെറ്റ് ചെയ്ത് റീഫ്രഷ് ചെയ്യുന്ന ഓപ്ഷൻ, അതുപോലെ തന്നെ റീസെറ്റ് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ്, അതായത് വൈഫൈയുടേതും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ റീസെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ്. പക്ഷേ നമുക്കിപ്പം വേണ്ടത് മൊബൈൽ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ആണ്. അതിനായിട്ട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ, നിങ്ങളുടെ മെയിൽ ID യും അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഇവിടെ റീസെറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഈ ഭാഗത്ത് ഈ റീസെറ്റ് എന്ന ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ള പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ഏതാണ് നിങ്ങൾ സ്ക്രീൻ ലോക്ക് കൊടുത്തിട്ടുള്ളത് അതിവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റർ ചെയ്ത ഉടനെ തന്നെ, ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഇത് എനിക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് നിങ്ങൾ കാണിച്ചതന്നേ ഉള്ളൂ. അത് എൻ്റർ ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒന്ന് ഓൺ ആവുകയും തുടർന്ന് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ മൊബൈൽ, പുതിയ മൊബൈൽ എങ്ങനെയാണ് നിങ്ങൾ വാങ്ങിയപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കണ്ടിരുന്നത് അതേപോലെ തന്നെ ആ ഒരു പൊസിഷനിലേക്ക് മാറുകയും ചെയ്യും. ഇങ്ങനെയാണ് ശരിയായ രൂപത്തിൽ നമ്മുടെ മൊബൈൽ റീസെറ്റ് ചെയ്യുന്നത്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.